ഒരു ചെവിയിൽ മാത്രം ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ അത് കാരണം മറ്റേ ചെവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ചെവിയിൽ മാത്രം ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പതിയെ മറ്റേ ചെവിയിൽ നിന്നുള്ള സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിന് കിട്ടാണ്ടാകും. ബ്രെയിൻ പതിയെ 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 ആ ചെവിയുടെ കാര്യം അപ്പാടെ അങ്ങ് മറന്നു പോകും. അതെപ്പോഴും ഈ ഒരു ഏത് ചെവിയിൽ നിന്നാണോ സ്റ്റിമുലസ് കൂടുതലും വരുന്നത് ആ ചെവിക്ക് മാത്രം നമ്മുടെ ബ്രെയിൻ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ദിസ് ലീഡ് ടു സംതിങ് കോൾഡ് ഓഡിറ്ററി ഡിപ്രൈവേഷൻ. അതായത് നമ്മുടെ ബ്രെയിനിന് ശബ്ദങ്ങളെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം ബ്രെയിൻ പതിയെ മറക്കാൻ തുടങ്ങും. അതാണ് ഓഡിറ്ററി ഡിപ്രൈവേഷൻ. സോ നിങ്ങൾക്ക് രണ്ട് ചെവിയിലും കേൾക്കുറവുണ്ടെങ്കിൽ രണ്ട് ചെവിയിലും ഒരുപോലെ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ലോങ് റണ്ണിൽ നമ്മുടെ ബ്രെയിൻ ശകലം കൂടി ഷാർപ്പായിട്ട് ശകലം കൂടി ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. ബട്ട് ഇതെല്ലാം ഓരോ ആൾക്കാരുടെയും ഇഷ്ടങ്ങളും അവരുടെ സാമ്പത്തിക സ്ഥിതിയും ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ഓഡിയോളജിസ്റ്റ് നിഖിൽ. ഫോളോ ഫോർ മോർ ഹിയറിംഗ് ടിപ്സ്. ഓക്കെ.